ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരിക കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മടി വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് ഗൈസ്. മടി മൂലം വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഷോൾഡറിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് മാസം മുന്നേ ഇട്ട വ്ളോഗ് വീഡിയോയിൽ എൻ്റെ ഒരു ഷോൾഡർ പെയിൻ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മടി പിടിച്ചിരിക്കുന്നതിനും ഭേദമല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് ഓർത്തു. പിന്നെയെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ വരികയാണ് അല്ലേ. ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു. നിങ്ങളെപ്പോലെയൊക്കെ തന്നെ പുതിയ വർഷം ഒരുപാട് പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. 26-ാം തീയതി മുതൽ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ നല്ല രീതിയിൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഞാനും അത്തരം ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെയൊക്കെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ഗൈസ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 5 കിലോ കുറച്ചു. ഞാൻ അത്യാവശ്യം ഡയറ്റൊക്കെ ചെയ്തു വെയിറ്റൊക്കെ കുറച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കുറയണം. പിന്നെ ഒരു സൂത്രം കാണിക്കാവേ. ഇത് ട്രീ ആട്ടോ. ഇവിടെ എല്ലാവരും കൂടി ട്രീ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച് കുറച്ചുകൂടെ വർണ്ണങ്ങൾ എന്താ പറയുക, അതിന് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ പുൽക്കൂടിൻ്റെ ഇതുണ്ട്. കണ്ടു. ഇത് നമ്മുടെ വീട്ടിലെ പുൽക്കൂടാണ്. നിർമ്മാണം നടക്കുന്നേ ഉള്ളൂ. പാലം, കിണർ, ചെടി, ട്രീ ഒക്കെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ പരിപാടിയും കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പുൽക്കൂടാണ് കേട്ടോ കേസ്. അപ്പം എല്ലാ പരിപാടിയും കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ റൂഫ് ചെയ്തിട്ടുണ്ട്. റൂഫിംഗ് ഒക്കെ കഴിഞ്ഞു. എന്താ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം റൂഫ് ചെയ്യണമെന്ന്. പിന്നെ കുറച്ച് ചെടികളും സംഭവങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പക്ഷേ ഫുള്ളൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. പ്രോഗ്രാമൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര പൂച്ചെടി ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. വീട്ടിലെപ്പോഴും പൂന്തോട്ടം, എപ്പോഴും ചെടികളുണ്ടാവണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഞാനും സിസ്റ്ററും ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് പച്ചക്കറികളും സംഭവങ്ങളും ഒക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ചീനി ഞാൻ ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം ഗൈസ്. തക്കാളി, പയർ, ചീനി, പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, നല്ല വ്യത്യസ്ത മുളകുകൾ, ഈ സംഭവവികാസങ്ങളെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. പയറിൻ്റെ വള്ളിയൊക്കെ കയറ്റി വിട്ട് പയർ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് അമ്പഴമരമാണ്. അതിൻ്റെ ചുവട്ടിൽ നമ്മുടെ കടലാസ് സെറ്റായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ നിത്യവഴുതനയിൽ കായായിട്ടുണ്ട്. കണ്ടില്ല, കേട്ടില്ല, കണ്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ചെടികൾ ഞാൻ മേടിച്ചത്. ഇത് നമ്മുടെ കാകൾ തരുന്ന ഇത് ജാക്ക് ഫ്രൂട്ടാണ്. പെട്ടെന്ന് 2.5 കൊല്ലം കൊണ്ട് അങ്ങനെ എന്തൊക്കെയോ വരുന്ന എന്തൊക്കെയാണ്. പിന്നെ ഇതൊക്കെ തോന്നുന്നു റംബുട്ടാനാണെന്ന് തോന്നണേ. പിന്നെ ഇത് നക്ഷത്രപ്പുളി, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് നമ്മുടെ മറ്റേ മുന്തിരി കുരുമുളക്, ഇത് സപ്പോട്ട, ഇത് എന്താണാവോ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇതൊരു സൂത്രം മുന്തിരി കേട്ടോ. മുന്തിരിയുടെ വള്ളി പടർന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ കുറേ സംഭവവികാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മുറ്റമൊക്കെ ഞങ്ങളൊന്ന് ലെവൽ ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഈ പച്ചക്കറി സംഭവങ്ങളും പിന്നെ ഈ ചെടികളും ഒക്കെ നട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീറ്റിൻ്റെ അവിടെ കുറച്ച് പായൽ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അത് സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുഞ്ഞൻ വീട്, സുന്ദരി വീട്. എനിക്കെൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ എന്ത് കാര്യങ്ങളും, എൻ്റെ വീട്ടിലെ ഓരോ അണുവും എന്നൊക്കെ പറയണ പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. അത്യാവശ്യം ഇതൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി പ്രോഗ്രാമൊക്കെ തുടങ്ങി പൈസ കയ്യിൽ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വീട്ടിൽ വരുത്തും. പിന്നെ അവിടെ എന്താ പറയുക, ഇപ്പം ഞാനേ എൻ്റെ റൂമിൽ കയറി. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന എൻ്റെ റൂം, ലൈറ്റ് ഇടട്ടെ. എൻ്റെ റൂമാണിത്. പ്രത്യേകത ഒന്നുമില്ല. എൻ്റെ റൂം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഒക്കെ എൻ്റെ റൂമിൻ്റെ ഈ പൊസിഷനിലാണ്. ഇത് എൻ്റെ മോൻ്റെ ഇതാണ്, ഗിറ്റാറാണ്. പിന്നെ കുറച്ച് ചെടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുറിക്ക് റൂമിനെ സ്പേസ് കുറവാണ്.
കുഞ്ഞു വീടും കുഞ്ഞു മുറിയൊക്കെയാണ്. പക്ഷേ അതിനകത്തുള്ള സ്പേസൊക്കെ യൂസ് ചെയ്ത് അത്യാവശ്യം സൗകര്യങ്ങൾ ചെയ്തിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പെയിൻ്റ് അടിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു യെല്ലോ കളറിലെ പെയിൻറ്റ് ഞാൻ ഭിത്തിക്ക് അടിച്ചു. പിന്നെ ഇതിവിടെ ഒരു പോർഷൻ ഗ്രീൻ കളറ്, ഇവിടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, എൻ്റെ റിംഗ് ലൈറ്റ്. പിന്നെ അവിടെ എൻ്റെ ട്രോളിയൊക്കെ ഇരിപ്പുണ്ട്. അത് ആക്ച്വലി അവിടെ ഡ്രസ്സ് കിടക്കുന്നത് നിങ്ങൾ നോക്കുന്നത്, കാരണം ഞാൻ റീൽസ് എടുത്തിട്ട് പിന്നെ മടക്കി വെക്കാൻ മടിയാണ്, അതുകൊണ്ട് അവിടെ കൊണ്ട് ഇട്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത് ചാർജിങ്, അതെടുത്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ്, കാരണം അവിടെ പോയി കുത്താൻ മടി. വീഡിയോസൊക്കെ കണ്ടു കിടന്ന് ഉറങ്ങി പോകുമ്പോൾ അവിടെ ഇട്ട് ഇങ്ങനെ കട്ടിലെ തന്നെ വെച്ചിട്ട് കുത്തി ചാർജ് ഇടും. പിന്നെ അതെൻ്റെ ബെഡ്, പിന്നെ അതെൻ്റെ അലമാരയാണ്. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ, അതൊക്കെ ഒത്തിരി പഴകി. പിന്നെന്ന് പറഞ്ഞാൽ അലങ്കോലമായി കിടക്കുന്നത് നോക്കണ്ട. ഇതിൻ്റെ കാജിൽ, പിന്നെ ഇത് ലിപ് ലൈനർ, മസ്കാര, പിന്നെ ഇത് കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, ഇതിനകത്തൊക്കെ എല്ലാം മാല, വള, മറ്റേത് കുറച്ചത്, ഇതൊക്കെ എൻ്റെ കോസ്മെറ്റിക്സ് ആണ്. ഒക്കെ തീർന്നിരിക്കുക കേട്ടോ, ഒരുവിധമൊക്കെ തീരാറായി. ഇനി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇതൊക്കെ ഏത് കാലത്ത് എല്ലാം അലങ്കോലായി കിടക്കുകയാണ്. ഇതൊക്കെ എൻ്റെ വൈറ്റമിൻ ടാബ്ലറ്റ്സ്, സൺസ്ക്രീന്, അങ്ങനെയാണ്. ഇതെല്ലാം ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നതെന്ന് വിചാരിക്കേണ്ട, രാവിലെ റീൽസിൻ്റെ ഭാഗമായിട്ട് എല്ലാം കൂടെ അലങ്കോലമാക്കി ഇട്ടതാണ്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ആക്ച്വലി ഒരു മടിച്ചു കോതയാണ്, ഞാൻ പറഞ്ഞില്ലേ. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, കൈൻ്റെ വേദന കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മടി. പിന്നെ എന്തൊക്കെയോ ടാക്സിൻ്റെ പേർപ്പസൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടോട്ടലി ഞാൻ ഭയങ്കര ഡള്ളാണ്. എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് ഡള്ളാണ്. അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോ എടുക്കാൻ എനിക്കൊരു പഴയൊരു എനർജിയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഞാൻ നിർത്തിയിരുന്നു. കാരണം നമ്മൾ തുടക്കകാലങ്ങളിലൊക്കെ വളരെ ആവേശപൂർവ്വം ഇങ്ങനെ, പക്ഷേ അത് നമുക്ക് ലാസ്റ്റ് നമ്മളത് അറിയാതെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. സോ എനിക്ക് പിന്നീട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ തോന്നി, നമ്മളാരെയും ഹേർട്ട് ചെയ്യാനും നമ്മളെല്ലാവരും തികഞ്ഞവരല്ലോ. സോ നമ്മളെല്ലാവരെയും ബ്ലെയിം ചെയ്ത് സംസാരിക്കാനും, തമാശയാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ ഞാൻ നിർത്തി. പിന്നെ സീരിയസ് കുറച്ചും കൂടി ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലാമോ. അപ്പോൾ ഗെയ്സ്, ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോയും കൊണ്ട് വരാമെന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. വ്ളോഗിങ് വീഡിയോസ് തന്നെ ചെയ്യാം, പക്ഷെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? എല്ലാവരും എൻ്റെ വീഡിയോ കാണുമോ, സപ്പോർട്ട് ചെയ്യുമോ? അപ്പം ഗെയ്സ്, ജസ്റ്റ് ഞാൻ ഇന്നൊന്നൊരു ഇൻട്രൊഡക്ഷൻ പോലെ വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ഞാൻ എൻ്റെ റൂമിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ പെയിൻറ്റ് കോമ്പിനേഷനൊക്കെ വന്നേ പിന്നെ ഒരു ഹാപ്പിയാണ്. പിന്നെ എല്ലാം റെഡിയാകും ഒക്കെ ഒരു ശുഭാപ്തി വിശ്വാസമാണ്. ഹെൽത്തൊക്കെ നന്നായിട്ട് ഞാനിപ്പോഴാണ് എൻ്റെ ഹെൽത്തും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങിയത് കേട്ടോ. അതിൽ പിന്നെ എനിക്ക് ഇത്തിരി ചേഞ്ച് ഉണ്ട്. മൊത്തം ചേഞ്ച് ആവണം, നന്നായിട്ടൊന്ന് മെലിയണം, അതാണ് എൻ്റെ ഫസ്റ്റ് ഗോൾ. പിന്നെ കരിയറിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. എഡ്യൂക്കേഷൻ, ഞാൻ LLB 3rd സെമ്മാണ്. കുറച്ച് പേപ്പേഴ്സൊക്കെ എഴുതി കിട്ടാനുണ്ട്. പഠിക്കാനൊന്നും തോന്നുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് സന്തോഷം വേണമെങ്കിലും ക്യാഷ് വേണമെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചേ മതിയാകും. ആരും നമുക്ക് സപ്പോർട്ടിന് ഉണ്ടാവില്ല, ആരും നമുക്ക് തരാനും ഉണ്ടാവില്ല. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാന്ന് തന്നെയാണ് ഏറ്റവും നല്ലത്. സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുക, ജീവിക്കുക, അടിച്ചു പൊളിക്കുക. സോ എല്ലാ ദിവസവും ഞാൻ വരാം കേട്ടോ ഇനി വീഡിയോയും കൊണ്ട്.